വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുന്ന ഒരു ആക്ഷേപമാണ് BJP ഉന്നയിക്കുന്നത്. അതിപ്പോ ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റമാണ്. വിശ്വാസം അവിശ്വാസം ഓരോരു മനസ്സിലാണ്. അങ്ങനെയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം വിശ്വാസമില്ലാത്തവരാണെന്നുണ്ട്. ഈ ശബരിമല പോണത് ആരാണ്? മുഴുവൻ 99% കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പൊ അതൊക്കെ ഒരു ആരോപണങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് കുറ്റം പറയില്ല. തൊട്ടതല്ല ഇഷ്ടമില്ലാത്ത അച്ചു തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞ പോലെ അത് കുറ്റങ്ങൾക്ക് വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ട് അവരൂടെ ചിന്തിച്ചാൽ ഇത് സഹായിക്കും ചെയ്താൽ നമുക്ക് കേരളത്തിന്റെ വളർച്ചയ്ക്കും ശബരിമലയുടെ വളർച്ചയ്ക്കും ഇവിടെ ക്ഷേത്രങ്ങളുടെ വളർച്ചയ്ക്കും വളരെ സഹായകരമായൊരു നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് എല്ലാവരും ഒരേ മനസ്സോടുകൂടി സഹായിക്കുകയും ചെയ്യേണ്ടതാണ് വർത്തമാനകാലത്തും ആവശ്യം. കഴിഞ്ഞുപോയ പല കാര്യങ്ങളെപ്പറ്റി ചർവണം ചെയ്ത് ഈ ശബരിമല വിഷയം ഈ നല്ല കർമ്മം ചെയ്യാൻ പോകുന്ന സമയത്ത് ചീത്തയാക്കാതെ അത് നല്ല കാര്യങ്ങൾ നല്ലപോലെ സഹകരിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് അതിനെ വളർത്താനും ഉയർത്താനും ശ്രമിക്കേണ്ടത്. പക്ഷെ അതോടൊപ്പം ഒരു കാര്യമുണ്ട്. ഇന്ന് ശബരിമലയിൽ ചെല്ലുന്ന വണ്ടികൾക്ക് പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഭക്തജനങ്ങൾക്ക് വിരിവെച്ച് കിടക്കാൻ സ്ഥലമില്ല. ഈ ഭക്തജനങ്ങൾ ആഗോളതലത്തിൽ വരുത്താൻ ശ്രമിക്കുമ്പോൾ ഭക്തജനങ്ങൾക്ക് സ്വൈര്യമായി പ്രാർത്ഥിക്കാനും ഒരുപാട് കഷ്ടപ്പാടാൻ കൂടാതെ അയ്യപ്പനെ കണ്ട് വണങ്ങാനും അതുപോലെ വിരിവെക്കാനും വണ്ടികൾ പാർക്ക് ചെയ്യാനും വരാനും പോകാനും ഒക്കുന്ന രീതിയിലുള്ള ഭൌതിക സാഹചര്യം കൂടി ഗവൺമെന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രത്യേകം പരിഗണന നടത്തി അതുകൂടി ആ പ്രശ്നത്തിൽ കൂടി പരിഹാരം ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഭക്തജനങ്ങളെ വരവ് വരുത്തുന്നതിനുള്ള പ്രസക്തി ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയാം, ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഒരു കുറ്റി വെച്ചതിന് കുഴപ്പം, വഴി നടന്നതിന് കുഴപ്പം എന്ന് പറഞ്ഞു ഇന്ന ഡിപ്പാർട്ട്മെന്റ് തടഞ്ഞു, ഇന്ന ഡിപ്പാർട്ട്മെന്റ് അത് കുറ്റി ഊരിക്കഴിഞ്ഞ് ഷെഡ് കുറിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ നിയമവും ചട്ടങ്ങളും പറഞ്ഞുകൊണ്ട് ഈ ചട്ടവും നിയമവും മനുഷ്യന് വേണ്ടിയിട്ടുണ്ടായതാണ്. ആ ചട്ടവും നിയമവും വന്നുകൊണ്ട് ശബരിമലയുടെ വികസനത്തിന് തടസ്സകരമായ ഒരുപാട് കാര്യങ്ങൾ ഭൂമി പോലും വേണ്ടത്രയില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു. ഏത് ഗവൺമെന്റ് ആണെങ്കിലും ആ ഭക്തജനങ്ങൾക്ക് സൗകര്യമായിട്ടും സന്തോഷകരമായിട്ടും ഭക്തികരമായും വന്നു പോകാനുള്ള ഭൌതിക സാഹചര്യങ്ങൾ കൂടി ഈ തരത്തിൽ തയ്യാറാക്കി എടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഞങ്ങൾ ഒരു ഉപാധിയും വെച്ചിട്ടില്ല. കാരണം ഇപ്പൊ ഗവൺമെന്റ് ആചാരങ്ങൾക്ക് വ്യക്തം വരാത്ത വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഉപാധിയുടെ പ്രശ്നങ്ങളില്ല. എന്താണ് 24 വല്ലതും ചോദിക്കാനുള്ള? ഞാൻ പ്രതിപക്ഷത്തിന്റെ മണ്ഡലത്തില്ല. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ SNDPO ആകലാവുന്നിരിക്കുന്നു. അയാൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്നില്ല. അയാൾ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഉണ്ട്. എന്തോ ആണ് ഞാൻ പറഞ്ഞ പിറ്റേ ദിവസം ക്യാൻസൽ ചെയ്യട്ടെ ചോദിച്ചാണ് വേണ്ടാന്ന് പറഞ്ഞു. അയാൾ ഇവിടെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെയും മാത്രമല്ല കണയന്നൂരും വിളിച്ചിട്ടുണ്ട്. അവിടെ ഈ അവശബ്ദം ഇറക്കിയതുകൊണ്ട് അവർ വിളിച്ചു ചോദിച്ചു ക്യാൻസൽ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, അത് നമ്മുടെ സംസ്കാരമല്ല, വരട്ടെ പോട്ടെ. അപ്പൊ നമുക്ക് തൽക്കാലം പിരിയാവാം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരാനായിട്ട്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തുള്ള ഫോൺ വിളിയാണ്. ഇത് വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം. ഇനിയും കാണാൻ ഇടവരട്ടെ. നല്ല വാക്കുകൾ പറയുക. ഓരെങ്കിലും ഓണം വരുന്നു. നിങ്ങൾക്കെല്ലാം നല്ല ഒരു ഓണ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.